പണ്ട് കിങ്ങിണിപ്പുഴ എന്ന് പേരുള്ള അതീവ സുന്ദരിയായ ഒരു പുഴയുണ്ടായിരുന്നു. ആ പുഴക്കര മരങ്ങളാൽ വളരെ സമ്പുഷ്ടമായിരുന്നു. അക്കൂട്ടത്തിൽ നല്ല വലിപ്പമുള്ള നിറയെ പഴങ്ങളുള്ള ഒരു അത്തിമരത്തിലാണ് ചങ്ങാതിമാരായ വാലൻകുരങ്ങനും അണ്ണാരക്കണ്ണനും താമസിച്ചിരുന്നത്. ആ പഴുത്തത് എനിക്ക്. ഇതാടാ, നീ എടുത്തോ. ഹായ്, ഈ അത്തിപ്പഴത്തിന് എന്തൊരു മധുരം. എനിക്കും കിട്ടി ഒരെണ്ണം. നല്ല മധുരം. ഇന്ന് ഒരുപാടായി. ശരിയാവാല, അത്തിപ്പഴത്തിന്റെ രുചി കാരണം ഞാനും ഒരുപാടങ്ങ് കഴിച്ചു. എനിക്കും തരുമോ അത്തിപ്പഴം? നല്ല വിശപ്പുണ്ട്. മുതല പഴങ്ങൾ കഴിക്കുമോ? വിശന്നാൽ എന്തും കഴിക്കും. ഹായ്, എന്ത് രുചിയാണിതിന്! എന്തൊരു മധുരം! കഴിച്ചോ കഴിച്ചോ, ഇനിയും തരാം. ആഹാ, നന്ദി സുഹൃത്തേ, എന്റെ വിശപ്പ് മാറി. ഞാൻ പൊക്കോട്ടെ? ആട്ടെ. നിന്റെ പേരെന്താണ്? മുരുക്കൻ എന്നാണ് ചങ്ങാതി. നിന്റെ പേരെന്താണ്? വാലൻകുരങ്ങൻ. ഇവൻ കണ്ണൻ, അണ്ണാരക്കണ്ണൻ. അപ്പോ ശരി ചങ്ങാതിമാരെ. ശരി ശരി. മുരുക്കൻ, പേര് കേട്ടാൽ അറിയാം ചങ്ങാത്തത്തിന് പറ്റിയ ആളല്ല. ആര് പറഞ്ഞു? പാവം മുതലച്ചാൽ. പാവമോ? അവൻ മറ്റു ജീവികളെയൊക്കെ പിടിച്ചു തിന്നുന്ന മുതലയാണ്. അവസരം കിട്ടിയാൽ അവൻ നമ്മളെയും തിന്നും. സൂക്ഷിച്ചാൽ ദുഃഖിക്കേണ്ട. അടുത്ത കുന്നിൻ ചെരുവിൽ പഴുത്ത് പാകമായ നല്ല വാഴപ്പഴങ്ങൾ നിൽപ്പുണ്ട്. എവിടെ? നമ്മുടെ പുല്ലാങ്കുന്നിന്റെ ചെരുവില്. വാ, നമുക്ക് അങ്ങോട്ട് പോകാം. ഓ, ഞാനില്ല. നീ പോയി കഴിച്ചോ കണ്ണാ. ഞാൻ നിന്നെ കൊണ്ട് പോകാനാ ഓടിച്ചാടി വന്നത്. ഇല്ലടാ, നീ പോയിക്കോ. ഞാൻ എൻ്റെ ഒരു കൂട്ടുകാരനെ കാത്തിരിക്കുക. ഓ, ആ മുരുക്കൻ മുതലേ ആവും. അതെ, അതിനെന്താ? പുതിയ ചങ്ങാതിയെ കിട്ടിയപ്പോ ഈ പഴയ ചങ്ങാതിയെ നീ ഉപേക്ഷിച്ചു അല്ലേടാ വാല? അങ്ങനൊന്നുമില്ല. ശരി, ഞാൻ പോകുന്നു. കിങ്ങിണിപ്പുഴയുടെ മറുകരയിലുള്ള പാറക്കൂട്ടത്തിലാണ് മുരുക്കൻ മുതല താമസിച്ചിരുന്നത്. അത്തിപ്പഴത്തിന്റെ രുചിയറിഞ്ഞ മുതലച്ചാർ പിന്നെ ദിവസവും അത്തിപ്പഴം കഴിക്കാനായി പുഴ നീന്തി ഇക്കര വരും. ഈ മുതലച്ചാരിത് എവിടെ പോയി? എത്ര നേരമായി ഞാൻ കാത്തിരിക്കുന്നു. കാത്തിരുന്ന് മടുത്തോ കൂട്ടുകാരാ? പിന്നെ നിനക്ക് തരാനായി അത്തിപ്പഴങ്ങൾ ഞാൻ എടുത്തു വെച്ചിട്ട് നേരം എത്രയായി? ക്ഷമിക്കൂ ചങ്ങാതി, ഞാൻ എത്തിയല്ലോ. ഹായ്, എന്തൊരു രുചിയാണ്! കഴിച്ചോ കഴിച്ചോ, ഇനിയും തരാനേ. എന്തൊരു രുചിയാണ്! ഹായ്, ഇന്നെനിക്ക് ഒരു കുല അത്തിപ്പഴം കൂടുതൽ വേണം. അതെന്തേ?
വീട്ടിലിരുന്ന് കഴിക്കാനാണോ? അല്ല ചങ്ങാതി, എന്റെ ഭാര്യ നീലിക്കാണ്. ഓഹോ, അതിനെന്താണ്? ഒന്നല്ല 2 കുല അത്തിപ്പഴം തന്നേക്കാം, പോരെ? വളരെ നന്ദി സുഹൃത്തേ. വാലങ്കുരങ്ങനുണ്ടല്ലോ 2 കുല അത്തിപ്പഴം ഇറുത്ത് മുതലച്ചാർക്ക് കൊടുത്തു. അതും കൊണ്ട് മറുകരയിലുള്ള തന്റെ വീട്ടിലേക്ക് മുരുക്കൻ തിരികെ പോയി. നീലി, ദേ നോക്ക്, നിനക്കായി ഞാൻ കൊണ്ടുവന്നത് എന്താണെന്ന്. അത്തിപ്പഴം കഴിച്ചു നോക്ക്. എന്ത് രുചിയാണ് ഈ പഴത്തിന്! ഹോ, അതെ അതെ, എന്റെ ചങ്ങാതി തന്നതാണ്. വാലൻ കുരങ്ങൻ അവൻ എപ്പോഴും ഈ അത്തിപ്പഴങ്ങളാണ് കഴിക്കുന്നത്. ഹോ, ശരിക്കും ഈ പഴത്തിന് എന്ത് സ്വാദാണ്! ദിവസവും ഈ പഴം കടിക്കുന്ന ആ കുരങ്ങന്റെ ഹൃദയത്തിനും എന്ത് രുചിയായിരിക്കും! നല്ല തേൻ പോലത്തെ മധുരമായിരിക്കും. നീലി, അവൻ എന്റെ ചങ്ങാതിയാണ്. അതുകൊണ്ടാണ് ഈ അത്തിപ്പഴം നമുക്ക് തന്നത്. അതൊക്കെ ശരിയാണ്, പക്ഷേ എനിക്ക് ആ കുരങ്ങന്റെ ഹൃദയം വേണം. അല്ല, അത് ഞാൻ എങ്ങനെ? നിങ്ങൾക്ക് ഭാര്യയായ എന്നോടാണോ അതോ ആ കുരങ്ങനോടാണോ സ്നേഹം? ധർമ്മസങ്കടത്തിലായ മുരുക്കൻ മുതല തിരികെ അത്തിമരച്ചോട്ടിലേക്ക് യാത്രയും തിരിച്ചു. കുരങ്ങനെ വീട്ടിലെത്തിക്കാൻ എന്തെങ്കിലും കൗശലം പ്രയോഗിക്കണം. ചങ്ങാതി, വാല. ഇതാര്? മുതലച്ചാരം? എന്തേ, അത്തിപ്പഴം തികഞ്ഞില്ലേ? അതല്ല ചങ്ങാതി, വാ പുറപ്പെടാം. പുറപ്പെടാനോ? എങ്ങോട്ട്? എന്റെ വീട്ടിലേക്ക്. വീട്ടിലേക്കോ? അതെ, വീട്ടിലേക്ക് തന്നെ. എന്റെ ഭാര്യ നീലി ഒരു സമാധാനവും തരുന്നില്ല. ഇത്രയും സ്വാദുള്ള അത്തിപ്പഴങ്ങൾ തന്ന ചങ്ങാതിയെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ട് ചെല്ലാൻ പറഞ്ഞു. അതിപ്പോ നിനക്കായി ഒരു ഗംഭീരൻ സദ്യ ഒരുക്കിയിട്ടുണ്ട്. പായസമുണ്ടോ? എല്ലാം ഉണ്ടെന്നേ. വാ, നമുക്ക് അക്കരയ്ക്ക് പോകാം. ഹായ്. അയ്യോ, അതെങ്ങനെ പോകും? ഞാൻ എങ്ങനെ വരും? എനിക്ക് നീന്തലറിയില്ലല്ലോ. നീ എന്റെ പുറത്ത് കയറിക്കോ, ഞാൻ ഈ പുഴയിലൂടെ കൊണ്ടുപോകാം. അത് കൊള്ളാലോ. ഹായ്, വെള്ളത്തിന് മീതെ ഒരു സവാരിയും പായസം കൂട്ടി ഒരു സദ്യയും. അതെ അതെ. അങ്ങനെ വാലങ്കുരങ്ങനെയും പുറത്തിരുത്തി മുതലച്ചാര് പുഴയിലൂടെ മുന്നോട്ട് നീങ്ങി. പുഴയുടെ ഒത്ത നടുവിലെത്തിയപ്പോ മുരുക്കൻ മുതല ശരിക്കുള്ള സത്യം പറഞ്ഞു. എടാ കുരങ്ങ, നിനക്കിന്ന് സദ്യയില്ല. നീയാണ് ഇന്നത്തെ സദ്യ. എന്തെന്നാ മുതലച്ചാരെ? നിന്നെ കൂട്ടിക്കൊണ്ടുപോകുന്നത് സദ്യ തരാനല്ല, പിന്നെ എന്റെ നീലിക്ക് നിന്റെ ഹൃദയം തിന്നാൻ ഒരു കൊതി. അവൻ മറ്റു ജീവികളെയൊക്കെ പിടിച്ച് തിന്നുന്ന മുതലയാണ്. അവസരം കിട്ടിയാൽ അവൻ നമ്മളെയും തിന്നും. അയ്യോ, മുതലച്ചാർക്കിത് നേരത്തെ പറഞ്ഞുകൂടായിരുന്നോ? ദേ നോക്കിയേ, ഇത്ര അധികം അത്തിപ്പഴം ഞാൻ പറിച്ചതുപോലും മുതലച്ചാരുടെ ഭാര്യ നീലിക്ക് സമ്മാനം കൊടുക്കാനല്ലേ. കൗശലമേൽക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കിയ കുരങ്ങൻ പറഞ്ഞു, എന്റെ ഹൃദയം മുതലച്ചാരുടെ ഭാര്യക്ക് കൊടുക്കുന്നതിൽ എനിക്ക് സന്തോഷമേ ഉള്ളൂ.
പക്ഷേ എന്തു പക്ഷേ? ആരും എടുക്കാതിരിക്കാൻ ഞാൻ എൻ്റെ ഹൃദയം അത്തിമരത്തിന്റെ ഏറ്റവും മുകളിലുള്ള ഒരു പൊത്തിലാ സൂക്ഷിച്ചിരിക്കുന്നത്. നേരത്തെ പറഞ്ഞിരുന്നേൽ അത് അവിടെ നിന്ന് എടുത്തുകൊണ്ട് വരായിരുന്നു. ഇനിയിപ്പോ എന്ത് ചെയ്യും? എന്തു ചെയ്യാൻ? നമുക്ക് തിരികെ പോയി എടുത്തോണ്ട് വരാം. എടാ ദുഷ്ട മുരുക്ക, നീ എന്റെ ചങ്ങാതിയല്ല, ചതിയനാണ്. എന്റെ ഹൃദയം വേണമല്ലേ നിനക്ക്? ദേ കുരങ്ങ, പെട്ടെന്ന് നീ നിന്റെ ഹൃദയം എടുത്തുകൊണ്ട് വാ. എടാ മണ്ടച്ചാരേ, ഹൃദയമില്ലാതെ എങ്ങനാടാ ജീവിക്കുന്നത്? അത് മാറ്റി വേറൊരിടത്ത് വെക്കാൻ പറ്റുമോ? എടാ മണ്ട. അത് ചങ്ങാതി, നീ ഒന്നും പറയണ്ട. ഇനി മുതൽ ദിവസവും ഇങ്ങോട്ട് വരികയും വേണ്ട. നിനക്ക് അത്തിപ്പഴവുമില്ല, എനിക്കിങ്ങനെ ഒരു ചതിയൻ ചങ്ങാതിയും വേണ്ട. പൊക്കോ. പിന്നീടൊരിക്കലും ആ ചതിയൻ മുതല കിങ്ങിണിപ്പുഴ നീന്തി ഇക്കര വന്നിട്ടില്ല. ഉറ്റ ചങ്ങാതിമാരായ നമ്മുടെ വാലൻ കുരങ്ങനും അണ്ണാരക്കണ്ണനും വളരെ സന്തോഷത്തോടെ പിന്നെയും ആ അത്തിമരത്തിൽ കഴിഞ്ഞു. എന്തൊരു വികൃതിയാണ് ഈ കുരങ്ങനെ. ആ മാമ്പഴം കഴിക്കാൻ പോലും സമ്മതിച്ചില്ല. ഇങ്ങനെയുണ്ടോ ഒരു വികൃതി? നൂലൻകുരങ്ങൻ മഹാവികൃതിയായിരുന്നു. അവന്റെ വികൃതികൾ കാട്ടിലെ മറ്റു ജീവികൾക്ക് വലിയ ശല്യമായിരുന്നു. അങ്ങനെയിരിക്കെ ഒരു ദിവസം കാട്ടിൽ കുറച്ച് മരം വെട്ടുകാരെത്തി. അവര് കാടിന്റെ ഒരു ഭാഗത്ത് മരങ്ങൾ മുറിക്കുവാൻ തുടങ്ങി. മോനെ നൂല, കാട്ടിൽ മരം വെട്ടുകാർ എത്തിയിട്ടുണ്ട്. നീ അവിടേക്കെങ്ങും പോയേക്കരുതേ. അവരുടെ മുന്നിൽ പെട്ടാൽ അപകടമാണ്. ഉവ്വ്, സമ്മതിച്ചു. എങ്കിൽ അവിടേക്ക് ഇപ്പൊ തന്നെ പോയിട്ടേ ബാക്കി കാര്യമുള്ളൂ. മരം മുറിക്കുന്നത് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ലല്ലോ. മോനെ, അവിടെ പോയി നിന്റെ വികൃതി ഒന്നും കാണിക്കരുതേ. അധികം വൈകാതെ തന്നെ നൂലൻകുരങ്ങൻ അവിടെ എത്തി. ആ സമയം മരം വെട്ടുകാർ അവിടെ ഉണ്ടായിരുന്നില്ല. അന്നത്തെ ജോലികളെല്ലാം കഴിഞ്ഞ് അവർ വിശ്രമിക്കുകയായിരുന്നു. അവിടെ എത്തിയ നൂലൻകുരങ്ങൻ മരം വെട്ടുകാരുടെ പണി ആയുധങ്ങൾ ഒന്നൊന്നായി എടുത്ത് കളിക്കുവാൻ തുടങ്ങി. ഒടുവിൽ നൂലൻകുരങ്ങനും അത് തന്നെ സംഭവിച്ചു. അങ്ങനെ അഹങ്കാരിയും വികൃതിയുമായ നൂലൻകുരങ്ങന് അവന്റെ വാല നഷ്ടമായി. വാലില്ലാ കുരങ്ങൻ പോണത് കണ്ടോ? കണ്ടേ കണ്ടേ. വാലില്ലാത്ത കുരങ്ങനെ കാട്ടിലെ മറ്റു മൃഗങ്ങളെല്ലാം കളിയാക്കാൻ തുടങ്ങി. നൂലന് വല്ലാത്ത സങ്കടമായി. അവനൊരു വലിയ മരത്തിന്റെ മുകളിൽ കയറി ഇരിപ്പായി. അപ്പോഴാണ്
ആ മരത്തിന്റെ പൊത്തില് എന്തോ തിളങ്ങുന്നത് നൂലൻ കണ്ടത്. ഇതൊരു വിളക്കാണല്ലോ. ആ, വാല് നഷ്ടപ്പെട്ട എനിക്ക് വനദേവത തന്നതാവും ഈ വിളക്ക്. ഏതായാലും ഇതിരിക്കട്ടെ. പേടിക്കണ്ട, ഞാൻ നിന്നെ ഉപദ്രവിക്കില്ല. നിന്നെ സഹായിക്കാനാണ് ഞാൻ വന്നത്. എന്നെ സഹായിക്കാനോ? അതെങ്ങനെ? അതെ, ഞാൻ നിന്റെ ആഗ്രഹങ്ങൾ സാധിച്ചു തരാം. എന്റെ ഏതാഗ്രഹങ്ങൾ? നിന്റെ ഏതാഗ്രഹവും ഞാൻ സാധിച്ചു തരും. പക്ഷേ 3 മാത്രം. ഹായ്, കോളടിച്ചു. 3 വരങ്ങളും വാങ്ങിച്ചിട്ട് വേണം ഈ കാട്ടിൽ രാജാവിനെ പോലൊന്ന് വിലസാൻ. ആദ്യം എൻ്റെ മുറിഞ്ഞ വാല് തന്നെ ചോദിക്കാം. എനിക്ക് എൻ്റെ മുറിഞ്ഞു പോയ വാല് തിരിച്ചു കിട്ടണം. ആദ്യം അത് കൊണ്ടു താ. ഓ, അതിനെന്താ? ഇതാ നിന്റെ വാല്, എടുത്തോളൂ. ഇതെന്താ ഭൂതമേ ഇങ്ങനെ? വാല് എൻ്റെ ദേഹത്ത് വെക്കാനല്ലേ ഞാൻ പറഞ്ഞത്? ഓ, അത്രയേ ഉള്ളൂ. ദേഹത്തെങ്കിൽ ദേഹത്ത്. ഇതാ പിടിച്ചോ. അയ്യോ, ഇതെന്ത് പണിയായി കാണിച്ചത്? വാല് വയറ്റിലാണോ വെക്കുന്നത്? പിന്നെവിടെയാ? അയ്യയ്യോ, വാലിരിക്കുന്നത് എവിടെയാണെന്നൊരു ഭൂതത്തിനറിയില്ലേ? ഇല്ലല്ലോ മിത്രമേ, എനിക്ക് വാലില്ലല്ലോ. ഇതാ ഇവിടെ വെക്കണം, മനസ്സിലായോ? ഓ, അങ്ങനെയോ? ഇതാ വെച്ചിരിക്കുന്നു. ഹായ് ഹായ് ഹായ്, എൻ്റെ വാല് തിരിച്ചു കിട്ടി. ഭൂതമേ, ഇനി എനിക്ക് ബാക്കിയുള്ള 2 വരങ്ങൾ കൂടി താ. നിനക്കു ഞാൻ 3 വരങ്ങളും തന്നു കഴിഞ്ഞു. അതെങ്ങനെ? 1 വരമല്ലേ എനിക്ക് കിട്ടിയുള്ളൂ? വാലുകൊണ്ട് തന്നത് 1-ാമത്തെ വരം, അത് വയറ്റിൽ വെച്ച് തന്നത് 2-ാമത്തെ വരം, വാല് മാറ്റി വെച്ച് തന്നതാണ് 3-ാമത്തെ വരം. എന്നാലും ഇതൊരു ചതിയായിപ്പോയി. എടാ മണ്ട, വികൃതി കുരങ്ങ, നിനക്ക് വാലെങ്കിലും തിരികെ കിട്ടിയില്ലേ? അതുതന്നെ ഭാഗ്യമെന്ന് കരുതിയാൽ മതി. ഇനിയെങ്കിലും ആരെയും ഉപദ്രവിക്കരുത്, മനസ്സിലായോ? പിന്നീട് ഒരിക്കലും അവൻ മറ്റു ജീവികളെ ഉപദ്രവിക്കുകയോ കളിയാക്കുകയോ ചെയ്തിട്ടില്ല. ഒരിക്കലൊരു കാട്ടിൽ വൃദ്ധനായ ഒരു സിംഹം ഇര തേടി നടക്കുകയായിരുന്നു. അതാ ഒരു മുയൽ, അവനെ പിടിച്ച നല്ലൊരു ശാപ്പാടായി. ഹായ്, എന്തൊരു ടേസ്റ്റ് ആയിരിക്കും അവനെ തിന്നാൻ. അവൻ രക്ഷപ്പെട്ടല്ലോ. ഞാൻ ഓടി തളർന്നു. അയ്യോ, വിശന്നിട്ടാണെങ്കിൽ നിൽക്കാനും വയ്യ. ഇനി എന്തു ചെയ്യും? അപ്പോഴാണ് അകലെ മരത്തിന്റെ ചുവട്ടിലിരുന്ന് പഴം കഴിക്കുന്ന ഒരു അണ്ണാറക്കണ്ണനെ സിംഹം കാണുന്നത്. ഒന്നിപ്പിഴച്ച 2 ചൊല്ല്. അണ്ണാനെങ്കിൽ അണ്ണാൻ. അയ്യോ, പല്ലു കഴിഞ്ഞ വായു വെച്ച് കടിച്ചപ്പോ എന്തൊരു വേദന.
അണ്ണാൻ രക്ഷപ്പെടുന്നതിന് മുമ്പ് അവനെ അകത്താക്കണം. ഇതുപോലൊരു 10 അണ്ണാനെയെങ്കിലും കിട്ടിയിരുന്നെങ്കിൽ വിശപ്പ് മാറ്റാമായിരുന്നു. ഇത് തൊട്ട് നക്കാൻ പോലുമില്ല. അയ്യോ അയ്യോ, മുയലിറച്ചിയും പോയി, അണ്ണാനിറച്ചിയും പോയി, ആകെയുണ്ടായിരുന്ന പല്ലും പോയി. പാവം വയസ്സൻ സിംഹം അണ്ണാറുകണ്ണനെ കൂടെ കിട്ടാതായപ്പോ അവനാകെ വിഷമത്തിലായി. കാട്ടിലെ ഒരു മൃഗത്തിനും ഈ പഴയ രാജാവിനോട് സ്നേഹമില്ല. അല്ലെങ്കിൽ അവർക്കൊക്കെ സന്തോഷത്തോടെ എൻ്റെ മുന്നിൽ വന്ന് നിന്നൂടെ? പറഞ്ഞിട്ടൊരു കാര്യവുമില്ല. അങ്ങനെ നിരാശയോടെ നടക്കുമ്പോഴാണ് ഒഴിഞ്ഞുകിടക്കുന്ന ഒരു ഗുഹ സിംഹത്തിന്റെ ശ്രദ്ധയിൽപ്പെട്ടത്. ഈ ഗുഹയ്ക്കകത്ത് കയറി അല്പം വിശ്രമിക്കാം. വൈകുന്നേരമാകുമ്പോ ഇതിൽ താമസിക്കുന്ന മൃഗം വരും. അപ്പോ അവനെ ശാപ്പിടുകയും ചെയ്യാം. ഐഡിയ ഐഡിയ ഐഡിയ, സൂപ്പർ ഐഡിയ. അധികം താമസിയാതെ തന്നെ നേരം ഇരുട്ടിത്തുടങ്ങി. കൊടുക്കച്ചാ, നമുക്ക് ഇനി നാളെ കാണാം. ശരി, അപ്പോ നാളെ രാവിലെ തന്നെ ഞാൻ എത്താം. ചങ്ങാതി, ഒന്ന് നിൽക്കണേ. എന്താ? എന്തു പറ്റി? നീ ഇത് കണ്ടോ? ഇവിടെ നിലത്ത് ഏതോ ജീവിയുടെ കാൽപ്പാടുകൾ. ശരിയാണല്ലോ. നിന്റെ ഗുഹയ്ക്കുള്ളിൽ ആരോ കയറിയിട്ടുണ്ട്. അത് പുറത്തേക്ക് പോയിട്ടില്ല, ഉറപ്പാണ്. നീ ഇപ്പോ അകത്തേക്ക് പോയാൽ ചിലപ്പോ അത് അപകടമാകും. അയ്യോ, അതിനെ എങ്ങനെ പുറത്താക്കും? നീ പേടിക്കണ്ട, നമുക്ക് വഴി ഉണ്ടാക്കാം. കൗശലക്കാരനായ കുറുക്കൻ ഉടൻ തന്നെ ഒരു സൂത്രം പ്രയോഗിക്കാൻ തീരുമാനിച്ചു. അവൻ ഗുഹയ്ക്ക് മുന്നിൽ ചെന്ന് നിന്ന് ഉറക്കെ വിളിച്ചു പറഞ്ഞു, എന്റെ പ്രിയപ്പെട്ട ഗുഹേ, നിനക്ക് സുഖമാണോ? എന്നാൽ ഗുഹയ്ക്കുള്ളിലിരുന്ന സിംഹത്തിന് ഇത് കേട്ട് സംശയമായി. ഈ കുറുക്കനെന്താ വട്ടുണ്ടോ? ഇവൻ എന്തിനാ ജീവനില്ലാത്ത ഗുഹയോട് സംസാരിക്കുന്നത്? എടാ ഗുഹേ, നീ ഒന്നും സംസാരിക്കാത്തത് എന്താണ്? ഇന്ന് രാവിലെയും നീ എന്നോട് സംസാരിച്ചതാണല്ലോ. കുറുക്കൻ പിന്നെയും ഗുഹയോട് സംസാരിക്കുകയാണല്ലോ. അപ്പോ ഇത് സംസാരിക്കുന്ന ഗുഹയായിരിക്കും. ഗുഹയ്ക്ക് പകരം ഞാൻ മറുപടി പറയാം. എനിക്ക് സുഖമാണ്, പരമസുഖം. നീ അകത്തേക്ക് കയറി വാ, നമുക്കകത്തിരുന്ന് സംസാരിക്കാം. കരടിച്ചാരെ, ഇപ്പോ കാര്യം പിടികിട്ടിയില്ലേ? ഒരു സിംഹമകത്തുണ്ട്. നീ എന്നോടൊപ്പം വാ. ഇന്ന് രാത്രി കഴിയാനുള്ള ഇടം ഞാൻ കാണിച്ചു തരാം. അങ്ങനെ കരടിയും കുറുക്കനും സിംഹത്തിന്റെ മുന്നിൽപ്പെടാതെ രക്ഷപ്പെട്ടു. സിംഹത്തിന് ആരെയും തിന്നാൻ കിട്ടിയതുമില്ല. പുല്ലാനിക്കാട്ടിലെ മുത്തിപ്പാറയുടെ ചോട്ടിൽ സുന്ദരമായ ഒരു പൂന്തോട്ടമുണ്ടായിരുന്നു. അവിടം പല നിറത്തിലുള്ള പൂക്കളാലും ചെടികളാലും സമ്പുഷ്ടമായിരുന്നു. അതുകൊണ്ട് തന്നെ ഒത്തിരി ചെറുപ്രാണികൾ അവിടെ വസിച്ചിരുന്നു. അക്കൂട്ടത്തിൽ ഒരു പുൽച്ചാടിയും അവിടെ ഉണ്ടായിരുന്നു. മഹാമടിയനും അലസനുമായിരുന്നു അവൻ.
ചങ്ങാതിമാരെ, നിങ്ങൾ എന്തിനാണ് എപ്പോഴും ഇങ്ങനെ കഷ്ടപ്പെടുന്നത്? നിങ്ങൾക്ക് വിശ്രമമൊന്നും വേണ്ടേ? കൂട്ടുകാരാ, ഇപ്പോൾ വിശ്രമമില്ലാതെ ജോലി ചെയ്താൽ വർദ്ധിക്കാലം വരുമ്പോൾ അതിന്റെ ഫലം നേടാം. ആസ്വദിക്കാനുള്ളതാണ് ജീവിതം. നിങ്ങളൊക്കെ മണ്ടന്മാരാണ്. ജീവിതം ആസ്വദിക്കാൻ അറിയില്ല. ല ല ല ല ല ല ല ല ദും ടര 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 ടര. എൻ്റെ ചങ്ങാതി, കിട്ടുന്നതൊക്കെ അപ്പം തന്നെ തിന്നും കുടിച്ചും തീർത്തേക്കണം. ഇങ്ങനെ ശേഖരിച്ചു വെക്കുന്നത് കൊണ്ട് എന്താണ് പ്രയോജനം? എല്ലാ കാലവും ഇങ്ങനെ സുലഭമായി തേൻ കിട്ടില്ല ചങ്ങാതി. വർദ്ധിക്കാലത്ത് തേനും പൂമ്പൊടിയും കിട്ടാതെ വരുമ്പോൾ ഇപ്പോൾ ശേഖരിച്ചു വെക്കുന്നത് ഉപകാരമാവും. അതെല്ലാം തേൻ കള്ളന്മാർ വന്ന് കൊണ്ടുപോകും. ലാ 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 ലാ. ചങ്ങാതിമാരെ, കേട്ടില്ലേ ആ പുൽച്ചാടി പറഞ്ഞത്? കേട്ടു കേട്ടു. നമ്മളതൊന്നും കേട്ടു നിന്നിട്ട് കാര്യമില്ല. നല്ല കാലത്ത് ആഹാരം ശേഖരിച്ച് വെച്ചില്ലെങ്കിൽ വർദ്ധിക്കാലം വരുമ്പോൾ പട്ടിണി കിടക്കേണ്ടി വരും. ആ പുൽച്ചാടി മതി മറന്ന് നടക്കുകയാണ്. അവന് ഇന്ന് തിന്നാനും കുടിക്കാനും കിട്ടുന്നുണ്ട്. നാളെക്കുറിച്ചുള്ള ചിന്ത അവനില്ല. അതിന്റെ ഫലം വർദ്ധിക്കാലത്ത് അവനറിയും. അതെ, അലസന്മാർ എന്തിനും ന്യായീകരണം കണ്ടെത്തും. വർദ്ധിക്കാലം വരുമ്പോൾ അവൻ പാഠം പഠിക്കും. ഒടുവിൽ നല്ല കാലം മാറി വറുതിക്കാലം വന്നു. ഇതൊക്കെ കണ്ട പുൽച്ചാടിക്ക് അത്ഭുതവും എന്നാൽ സമാധാനവുമായി. അവരോട് അല്പം ഭക്ഷണം ചോദിക്കാമല്ലോ. അതിനായി അവൻ ആദ്യം തേനീച്ചക്കൂടിനടുത്തേക്ക് പോയി. ചങ്ങാതിമാരെ, നിങ്ങൾക്ക് സുഖം തന്നെയല്ലേ? അതെ, ഞങ്ങൾക്ക് സുഖം തന്നെ. പക്ഷേ നീ എന്തിനാണിപ്പോൾ ഞങ്ങളെ തേടി വന്നത്? എനിക്ക് വിശന്നിട്ട് വയ്യ. നീ എനിക്ക് കുറച്ച് ആഹാരം കടമായിട്ട് തരാമോ? ഞങ്ങൾ കഷ്ടപ്പെട്ട് സമ്പാദിച്ച കുറച്ച് ഭക്ഷണമേ ഇവിടെയുള്ളൂ. അത് ഞങ്ങൾക്ക് ആവശ്യമുണ്ട്. നിനക്ക് പാട്ടും പാടി നടന്നാൽ മതിയല്ലോ. നിന്റെ വിശപ്പ് മാറിക്കൊള്ളും. ആസ്വദിച്ച് ജീവിക്ക്. തേനീച്ചകളിൽ നിന്ന് ഭക്ഷണം കിട്ടില്ല എന്ന് മനസ്സിലാക്കിയ പുൽച്ചാടി വിഷമത്തിലായി. അവൻ നേരെ ഉറുമ്പുകളുടെ അടുത്തെത്തി. കൂട്ടരെ, ഞാൻ വിശന്ന് അവശനായിരിക്കുന്നു. നിങ്ങൾ എനിക്ക് കുറച്ച് ഭക്ഷണം തന്ന് സഹായിക്കണം. ശരി, നിനക്ക് ഞങ്ങൾ ഭക്ഷണം തരാം. നിന്റെ ഈ സ്ഥിതി കണ്ടിട്ടാണ് നിന്നെ ഞങ്ങൾ സഹായിക്കുന്നത്. ഇതിൽ നിന്ന് ഇനിയെങ്കിലും നീയൊരു പാഠം പഠിക്കണം, കേട്ടോ?